ഹായ് ഫ്രണ്ട്സ്, കിച്ച്മണീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഗ്രീൻ പീസ് തോരനായാലോ? അതിനായിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി വേവിച്ച് വെച്ചേക്കണ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, തേങ്ങ, സവാള, വെളുത്തുള്ളി 2 അല്ലി, കറിവേപ്പില, പച്ചമുളക്. ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അരമുറി സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഈ ഇത്രയും കൂട്ടങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ചരുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തോരനാട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യണം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ആ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. കണ്ടമാനം മൂക്കരുത് കേട്ടോ. ഗ്രീൻ പീസിന് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് വേവിക്കണത്. എന്നാൽ കൂടി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കുക. ആ തേങ്ങയിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു നുള്ളും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. ആ സ്വാദ് നന്നായി വരണുള്ളൂ. ഞാൻ ആദ്യം ഉപ്പിടാണ്ടൊന്ന് എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയില്ല, സ്വാദ് തോന്നിയില്ല. ഒരു നുള്ളു ഉപ്പും കൂടി ഇടുമ്പോൾ നന്നായിരിക്കും. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഗ്രീൻ പീസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പമാണ് ചെയ്യാൻ. ഏറ്റവും ചെറിയ ഒരു വീഡിയോയും ആയിരിക്കും അത്. ഇതാ നമ്മുടെ ഗ്രീൻ പീസ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വ്യത്യസ്തമായ ഒരു രുചിയായിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.